താങ്ക് യു ജിഷ. താങ്ക് യു. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഇന്ന് ഇവിടെ നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂൺ തൃശ്ശൂർ അവതരിപ്പിക്കുന്ന പുസ്തകോത്സവം പരിപാടിയില് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് എനിക്ക് അവസരം തന്ന ജഗദീശ്വരനോട് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പം ഇന്ന് ഇവിടെ ഒരു പുസ്തകം അവതരിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം നൽകിയ എന്റെ സ്വന്തം ചാപ്റ്ററായ തൃശ്ശൂർ പോസിറ്റീവ് കമ്മ്യൂൺ ചെയർമാൻ ശ്രീ പ്രഭാകരൻ സാറിനോടും അതുപോലെ തന്നെ ഇതിന്റെ മറ്റു ഭാരവാഹികളോടും എന്റെ നന്ദി ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ അർപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നമുണ്ട്. അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികളുടെ മുന്നില് പലപ്പോഴും അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നോ പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് ചിലപ്പോൾ നമ്മൾ ഒത്തിരിയേറെ നമ്മുടേതായ തിരക്കുകൾക്കിടയിലാണെങ്കിലും ചില പ്രത്യേക വ്യക്തികൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോഴും നമുക്ക് അവരോട് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ അല്ലെ. തീർച്ചയായിട്ടും അത് എന്റെ ജീവിതത്തിലും അങ്ങനെ ധാരാളം സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തിയല്ല 3-4 പേര് കൂടി വരുമ്പോ അത് കൂടുതൽ പ്രശ്നമാണ്. ശരിയാണ് സാർ. നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ നിർബന്ധിക്കപ്പെടും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ ചില കുഴപ്പങ്ങളിലേക്കും കൊണ്ട് എത്തിക്കാറുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. എന്റെ ജീവിതത്തിൽ ഉണ്ടായ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു ഉദാഹരണമാണ്. അതായത് ഞാൻ മലയാളം ടൈപ്പിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് എന്റെ സുഹൃത്തുക്കൾ പലപ്പോഴും എന്നോട് പറയും, അവരുടേതായ ചില വർക്കുകൾ എനിക്ക് തരും. നിനക്ക് പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഞങ്ങളുടെ വർക്കും നടന്നു കിട്ടുമല്ലോ, അപ്പൊ നീ ഇത് ഞങ്ങൾക്ക് ചെയ്തതാ എന്ന് പറഞ്ഞ് പലപ്പോഴും ഓരോ ദിവസം ഒരു 3-4 വർക്കും കൊണ്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന് എനിക്കതൊരു ക്രേസ് ആയിരുന്നു. അത് ചെയ്ത് കൊടുക്കുക, ഒപ്പം ഞാനത് പഠിക്കുന്നു. അവർക്ക് അറിയാത്തതുകൊണ്ടാണല്ലോ അവരെന്നോട് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് ആണ്, എനിക്കതൊരു ബഹുമതിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, രാത്രി ഇരുന്ന് മണിക്കൂറുകളോളം ഇരുന്നിട്ട് ഇവരുടെ വർക്കുകൾ ചെയ്തു കൊടുക്കും. പിറ്റേ ദിവസം അവർക്കത് കൊണ്ടു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ആ സന്തോഷം അല്ലെങ്കിൽ ആ നന്ദി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തിയാണ്. പക്ഷെ ഇത് കുറച്ച് നാളുകളോളം ഇങ്ങനെ തുടർന്ന് വന്നപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളുടെ പഠന കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാതെ എന്റെ സ്കൂളിലെ വർക്കുകൾ പലതും ഡിലേ വരികയാണ്. ഇനി ഇതിലൊക്കെ ഉപരിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നപ്പോൾ എന്റെ ബാക്ക് പെയിൻ എന്താ പറയാ ഒട്ടും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. 1 മാസത്തോളം ഒരു ഫിസിയോതെറാപ്പി തന്നെ എനിക്ക് വേണ്ടി വന്നു. ഇവിടെയൊക്കെ എനിക്ക് ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവശ്യ സന്ദർഭങ്ങളിൽ എനിക്ക് നോ പറയാനായിട്ട് സാധിച്ചില്ല എന്നതാണ് അവിടെ വന്ന എന്റെ ഇത്. ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു അനുഭവം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഇതുപോലത്തെ ചില കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള ചില സന്ദർഭങ്ങൾ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ആ നോ എന്നുള്ളൊരു വാക്ക്, അതിന്റെ പ്രസക്തി അതാണ് ഇന്ന് ഞാൻ ഈ പുസ്തകം ദ ആർട്ട് ഓഫ് സെയിങ് നോ എന്ന ഡേമൻ സഹറിയാസിന്റെ പുസ്തകത്തിന്റെ പ്രസക്തി അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ബുക്കിന് ഒത്തിരിയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ എടുത്തതിന്റെ കാരണം തന്നെ അതാണ്. ഈ നോ എന്നൊരു എന്തോ കാണുന്നുണ്ടോ? ആർട്ട് ഓഫ് സെയിങ് നോ, ഡേമൻ സഹറിയാസൻ. ഓക്കെ. ഈ നോ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഏറ്റവും ചെറിയ വാക്കുകളോ ഒന്നാണ് അല്ലെ, സിമ്പിൾ വാക്ക് നോ, നോ. പക്ഷെ ഈ വാക്കിന് ഭയങ്കര പവറാണ്. പലപ്പോഴും നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാൻ ഭയം തോന്നാറില്ലേ സാറേ? പലപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് വായിലേക്ക് വരുന്നുണ്ടെങ്കിലും പക്ഷെ അത് നോ എന്ന് പറയാൻ വരുന്നത് പലപ്പോഴും അറിയാതെ യെസ് എന്ന് ആയി പോകാറുണ്ടായിരുന്നു അല്ലേ? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നോ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അതുണ്ട്, തീർച്ചയായിട്ടും. അതെ, നോ എന്ന ആ ഒരു ചിന്ത തന്നെയാണ് നമ്മളെ ഈ യെസിലേക്ക് മാറ്റുന്നത്. നോ എന്ന വാക്ക് നെഗറ്റീവാണ്. അത് നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. സമൂഹത്തിന് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അങ്ങനെ പറയുന്നവർ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണെന്നൊരു ചിന്ത, അതൊക്കെയാണ് നമ്മളെ ആ നോയിൽ നിന്ന് നമ്മളെ അകറ്റുന്നതിന്റെ ഒരു കാരണം. അപ്പൊ ഈ നോ എന്ന വാക്ക് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ അറിയാതെ അത് യെസ് ആയിട്ട് മാറിപ്പോകും. ആ യെസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളെ അവിടെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും. അറിയാതെ തന്നെ നമുക്ക് ഉണ്ടാക്കി തരും. ഞാൻ നമ്മുടെ ഇതിന്റെ ഓഥറെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിന്റെ ഓഥർ ഡാമൻ സഹറിയാസ്. അദ്ദേഹം അമേരിക്കൻ റൈറ്ററാണ്, ഒപ്പം ഒരു സംരംഭകനാണ്. അദ്ദേഹം ഏകദേശം 15ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം സെൽഫ് ഹെൽപ്പ് ഗൈഡുകളാണ്.
അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇത് 2017 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഈ ദ ആർട്ട് ഓഫ് സെയിങ് ലോ. എല്ലാ പുസ്തകവും പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ്, ഫോക്കസ് മാനേജ്മെന്റ്, അതുപോലെ ടൈം മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഉള്ളത്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകങ്ങളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും പ്രാക്ടിക്കൽ എക്സാമ്പിൾസോട് കൂടിയാണ് അദ്ദേഹം ഈ കൺസെപ്റ്റുകളൊക്കെ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വായിച്ച് തീർക്കാവുന്ന ഒരു പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകവും. ഞാൻ എല്ലാം ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ തന്നെ എനിക്ക് അത് ഏകദേശം ഒരു ധാരണ കിട്ടി. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ചെറിയൊരു പുസ്തകമാണ്, ഏകദേശം 130ഓളം പേജുകൾ മാത്രമുള്ള ഒരു സിമ്പിൾ ആയിട്ട് വായിക്കാവുന്ന, വളരെ 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ് ഇത്. പക്ഷേ ഈ ഒരു പുസ്തകത്തിന്റെ ഓരോ ചാപ്റ്ററും 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള, ഈ പുസ്തകത്തെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിലെ ഓരോ ചാപ്റ്ററും നമ്മള് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ടാണ് നമ്മളിത് വായിക്കുന്നതെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മൈലേജ്, മാക്സിമം മൈലേജ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് 2-ല് വൈ വി സ്ട്രഗിൾ ടു സേ നോ എന്ന ഒരു ആ ഒരു പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10 ചാപ്റ്ററോളം അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്ന റോൾ ഓഫ് സെൽഫ് എസ്റ്റീം ആണ്. റോൾ ഓഫ് സെൽഫ് എസ്റ്റീം വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്കും താല്പര്യങ്ങൾക്കും മേലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കുമ്പോൾ അതിന്റെ ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ലോ സെൽഫ് എസ്റ്റീം ആണ്. നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയുമ്പോൾ നമുക്കറിയാം സെൽഫ് ഇമേജും കുറയും. ഇത്തരം ഒരു സാഹചര്യത്തില് നമ്മള് മറ്റുള്ളവർ നമ്മൾ മുന്നിൽ ഒരു ആവശ്യമായിട്ട് വരുമ്പോഴേ അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കാരണം നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് അവരുടെ ആവശ്യങ്ങൾക്കാണ് എന്നൊരു തോന്നൽ നമുക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ഒന്ന് വെർത്ത്ലെസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ലോ സെൽഫ് എസ്റ്റീം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ ഒരു വില്ലനായിട്ട് മാറുന്നുണ്ടോ എന്നവിടെ നമുക്ക് ചിന്തിക്കാൻ ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തരത്തില് ഓരോ ചാപ്റ്ററും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പുസ്തകം കൂടുതൽ നമുക്ക് ഉപകാരപ്രദമായിട്ട് തോന്നും. ഇതിനകത്ത് ഞാൻ പറഞ്ഞു 4 പാർട്ടായിട്ട് ഈ പുസ്തകത്തെ തിരിച്ചിട്ടുണ്ട്. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് നമ്മൾ പീപ്പിൾ പ്ലീസിങ് ഹാബിറ്റ്, നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നമ്മൾ ഫോം ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നമ്മുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരിക്കാം. എന്താവശ്യത്തിനും നമ്മൾ ഒരു പക്ഷേ ആ വ്യക്തിയുടെ അടുത്തേക്കായിരിക്കും ഓടിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹീസ് വൺ ഓഫ് ദ നൈസസ്റ്റ് പേഴ്സൺ അല്ലെ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ എന്തൊരു ആവശ്യത്തിനും ചെന്നാല് സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി അത് ചെയ്യാനായിട്ട് 2 കൈയും നീട്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അങ്ങനത്തെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം ആ സുഹൃത്തിനൊന്ന് വാങ്ങിക്കൊടുക്കണം. കാരണം അത് നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും അദ്ദേഹത്തിന്. കാരണം അവരുടെ ജീവിതത്തെ മറന്നുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്. പക്ഷേ നോ പറയേണ്ട സന്ദർഭങ്ങളിൽ നമ്മളത് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം സ്വപ്നങ്ങളും താല്പര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും നമുക്ക് പിന്തുടരാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ അത് അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് അത്തരത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു മൂലയിലേക്ക് തള്ളുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകൾ നമുക്ക് അത് മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ കുറേയധികം കാലം അല്ലെങ്കിൽ കുറേയധികം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വല്ലാത്തൊരു നഗ്ന സത്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ശരിക്കും പറയാം ഈ സ്കില്ല് നമുക്ക് ഈ നോ പറയുക എന്ന് പറയാം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം തോന്നാതെ നമുക്ക് വളരെ മാന്യതയോടുകൂടി അവരോട് പറ്റില്ല അല്ലെങ്കിൽ സോറി എന്ന് പറയുക എന്ന് പറയുന്ന ആ ഒരു സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ല് നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല. അത് സത്യത്തിൽ നമുക്ക് ചിലപ്പോൾ വർഷങ്ങളോളം വേണ്ടി വരും അത്തരത്തിലൊരു സ്കില്ല് നമുക്ക് നേടിയെടുക്കാനായിട്ട്. കാരണം നമ്മൾ അങ്ങനെ ഒരു സ്കില്ല് നേടിയെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും ഞാൻ അവരോട് നോ പറയുമ്പോൾ അവർക്ക് എന്നോട് എന്ത് തോന്നും, അല്ലെങ്കിൽ ഞാനൊരു അഹങ്കാരിയാണെന്ന് അവർക്ക് തോന്നില്ലേ. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നുമെങ്കിൽ പോലും പക്ഷെ സത്യത്തില് അതല്ല ഉണ്ടാകുന്നത്. നമ്മൾ അവരോട് എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളോട് റെസ്പെക്ട് ഒരു ഓൾ ഓഫ് എ സഡൻ ഒരു പക്ഷെ നമ്മളോട് അസ്വസ്ഥത തോന്നിയാൽ പോലും നമുക്ക് അവർക്ക് നമ്മളോടുള്ള റെസ്പെക്ട് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമയത്തെ കുറിച്ച് അതിന്റെ മൂല്യത്തെ കുറിച്ച് കൃത്യമായൊരു അവബോധമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എന്നുള്ളൊരു ബോധ്യം അവർക്ക് അവരുടെ ഉള്ളിൽ പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും
അവർക്ക് അവരുടെ ഉള്ളിലുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ കുറിച്ച് ഒരു നല്ല റെസ്പെക്റ്റ് ആണ് അവിടെ ഉണ്ടാവുക. അല്ലാതെ നമ്മളെ കുറിച്ച് ഒരു മോശം ധാരണയല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഇനി പിന്നീട് ഒരു റിക്വസ്റ്റുമായിട്ട് ആ വ്യക്തി നമ്മളെ സമീപിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വരുള്ളൂ. കാരണം അത്യാവശ്യമുള്ള റിക്വസ്റ്റ് ആണോ എങ്കിൽ പോകാം, വെറുതെ ചെറിയൊരു കാര്യമാണെങ്കിൽ വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കേണ്ട, അവളെ ബുദ്ധിമുട്ടിക്കേണ്ട, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അവരും ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഇദ്ദേഹം ഡാമൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച്, അദ്ദേഹത്തിന് കോളേജ് ലൈഫിൽ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ട്രക്കും കൊണ്ട് ആരുടെക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ട് അവിടെയൊക്കെ ഓടി നടന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയാ, നമ്മൾ മലയാളത്തിൽ പറയും ഒരു പരോപകാരി എന്നൊരു വാക്ക് പറയും, അത്തരത്തിൽ ഒരു പൊൻതൂവലും ശിരസിൽ വെച്ചുകൊണ്ട് ഓടി നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ എല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തി. പക്ഷെ അങ്ങനെ കുറെ നാൾ ജീവിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ സ്വയം നേടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞപ്പോൾ കുറെ നിരാശയും അതുപോലെ ജീവിതത്തിൽ അസംതൃപ്തി, കുറെ മാനസിക സമ്മർദ്ദങ്ങൾ, ഇത് മാത്രമാണ് എനിക്ക് നേടാൻ സാധിച്ചത്. കാരണം എനിക്ക് വേണ്ടി ഞാൻ ഒന്നും നേടിയില്ല എന്നൊരു തോന്നല് വന്നപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഈ അവസ്ഥയില് എനിക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ തന്നെയാണ് എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് എനിക്ക് ഇതിനാരെയും മറ്റൊരാളെയും, എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരാളും തെറ്റുകാരല്ല, ഞാൻ തന്നെയാണ് അതിന്റെ തെറ്റുകാരൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞ അവിടുന്ന് തുടങ്ങി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, അതുപോലെ സ്വന്തം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, അതുപോലെ തന്നെ കുറ്റബോധം തോന്നാതെയും എങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്കും നമ്മുടെ ലക്ഷ്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മുൻതൂക്കം നൽകി ജീവിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹം എങ്ങനെ സ്വന്തമാക്കി, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ സ്വായത്തമാക്കി എന്നതാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം വളരെ ഞാൻ പറഞ്ഞു, വളരെ ചെറിയൊരു ബുക്കാണ്, വളരെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഈ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഇതിലെ ഓരോ പോയിന്റ്സും നമുക്ക് ഒത്തിരിയേറെ ചിന്തിക്കാനും അതുപോലെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ സ്വന്തം താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നും. സെൽഫിഷ് ആയിട്ടൊരു ചിന്താഗതിയല്ല, ശരിയാണോ? അല്ലെങ്കിൽ അതൊരു നമ്മൾ ഒരു സ്വാർത്ഥതയോട് കൂടിയുള്ള ചിന്തയല്ല. എന്റെ കാര്യം, സ്വന്തം കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എങ്ങനെയില്ല രണ്ടാം തരം ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരാം. പക്ഷെ ഇഫ് യു വോണ്ട് പ്രയോറിറ്റൈസ് യുവർ ലൈഫ് സംബഡി എൽസ്, നമ്മുടെ ജീവിതം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും കയറി അവിടെ പ്രയോറിറ്റൈസ് ചെയ്യും. അതാണ് നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തന്നെ വേണം നമ്മുടെ ജീവിതത്തെ പ്രയോറിറ്റൈസ് ചെയ്യാൻ. ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ തകർന്നു വീഴുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അത് തന്നെയാണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ മകൻ അവൻ 18 വയസ്സ് കംപ്ലീറ്റ് ആയി, അവൻ ലൈസൻസ് എടുത്തു എന്ന് വിചാരിക്കാം. മകൻ വന്ന അച്ഛനോട് പറയാണ്, അച്ഛാ എനിക്ക് ഇതാ ലൈസൻസ് കിട്ടി, എനിക്ക് ഉടനെ ഒരു സ്പോർട്സ് ബൈക്ക് മേടിച്ചു തരണം എന്നൊരു ആവശ്യം അവൻ ഉന്നയിക്കുകയാണ്. മകന്റെ മുഖത്ത് നോക്കിയിട്ട് എടാ പറ്റില്ലടാ, അല്ലെങ്കിൽ അത് ശരിയാവില്ല, എന്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തികത്തിൽ ഇല്ല എന്ന് പറയുമ്പോ അവന്റെ മുന്നിൽ ഞാനൊന്ന് ചെറുതായി പോവോ, അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അച്ഛനുണ്ട് എന്ന് മകൻ അറിയൂ എന്നുള്ള ഒരു വിഷമം. അത് മാത്രമല്ല, മകനോട് നോ പറയുമ്പോ അവനൊരു മുഖത്ത് വിഷമം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവനൊരു മനസ്സിൽ നിരാശ വരില്ലേ, അത്ര ആഗ്രഹിച്ചല്ലേ. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഉടനെ എന്ത് ചെയ്യുന്നു, ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ച് നമ്മൾ അവനൊരു ബൈക്ക് വാങ്ങി കൊടുക്കുക. പക്ഷേ ഇത് കഴിഞ്ഞ് ഈ കടം വീട്ടുക എന്നൊരു സമയം വരുമ്പോൾ, കാരണം കടം വീട്ടാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം, പൈസ നമുക്ക് നമ്മുടെ വരവും ചെലവും കൂട്ടിമുട്ടാതാവുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് സ്ട്രഗിൾ ചെയ്ത് തുടങ്ങി, നമുക്ക് സ്ട്രെസ് വരുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, നമ്മുടെ മനസ്സും ശരീരവും അവിടെ കൊളാപ്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നമുക്കൊരു നോ പറയാനായിട്ട് കറക്റ്റ് ആയിട്ട് ഇന്ന കാരണം കൊണ്ട് മോനെ അത് വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കാതിരുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തത്. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഫ്ലൈറ്റ് ക്യാബിൻ ഡീകംപ്രസ് ചെയ്യുമ്പോൾ
അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്വയം ഓക്സിജൻ മാസ്ക് ആദ്യം ധരിക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം. ആദ്യം സ്വന്തം ഓക്സിജൻ മാസ്ക് ധരിക്കുക, അതിനുശേഷം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ചെറിയൊരു കൊച്ചു എക്സാമ്പിൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക. അതല്ലാത്ത സമയത്ത് ഇപ്പൊ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പോവുകയാണ് ആദ്യമെങ്കിൽ ഞാൻ ഓക്സിജൻ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഞാൻ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ഞാൻ അവിടെ കുഴഞ്ഞു വീഴുന്നതാണ് ഉണ്ടാവുക. പക്ഷെ ഞാൻ എൻ്റെ കാര്യം സേഫ് ആക്കി, അല്ലെങ്കിൽ എൻ്റെ ഭാഗം സേഫ് ആക്കി, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം സേഫ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് മറ്റു ധാരാളം പേരെ സഹായിക്കാൻ പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കടമകൾ നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ സംതൃപ്തിയോടു കൂടി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് തന്നെ ടെൻഷനാണ്. അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങൾ ഇവിടെ ഡിലേ ആണെന്ന് ഓർക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളാകെ വറീഡായിരിക്കും. അപ്പൊ ഒരു കാര്യത്തിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പൊ ഇവിടെ ആദ്യം നമ്മുടെ കാര്യങ്ങൾ, ഹെൽപ്പ് യുവർ സെൽഫ് ഫസ്റ്റ്, ദെൻ അസിസ്റ്റ് അതേഴ്സ്. അത് സ്വയം നമ്മൾ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേരെ നമുക്ക് രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പേരെ നമുക്ക് സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് അദ്ദേഹം അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഒരു പ്രേമം സിനിമ കണ്ടിട്ടുണ്ട് അല്ലെ? അതിനകത്ത് ഒരു ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, അറിയാമോ? ജാവ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഡയലോഗ്. ജാവ സിമ്പിൾ ആണ്. യെസ്, ജാവ സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ് അല്ലെ? അതുപോലെ തന്നെയാണ് ഈ നോ എന്ന് പറയുന്ന വാക്ക്. ഈ നോ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ ഈ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും പറ്റില്ല നോ എന്നൊരു വാക്ക് പറഞ്ഞാല് നമ്മൾ അതിന്റെ പിന്നാലെ ഒരു സീരീസ് ഓഫ് എക്സ്ക്യൂസസ് പറയും അല്ലെ? ഇന്ന കാരണം കൊണ്ട്, അത് കാരണം കൊണ്ട്, ഇത് കാരണം കൊണ്ട് എനിക്കത് പറ്റില്ല, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്താനേ, ഇങ്ങനെ ചെയ്താനേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറെ എക്സ്ക്യൂസസ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം കിടക്കാണ്, ഈ നോ എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ പറയുമ്പോഴേ എന്നെ അവര് അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന ഈ വ്യക്തി എന്നെ ഒരു അഹങ്കാരിയായിട്ട് കരുതും. അങ്ങനെ ഒരു ധാരണ നമ്മുടെയൊക്കെ സമൂഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി ഒരു നോ പറഞ്ഞാൽ പോലും അതിന്റെ പിന്നിൽ ഒരു സീരീസ് ഓഫ് എക്സ്ക്യൂസസ് നമ്മളിങ്ങനെ നിരത്തിക്കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ ഇതിന് അദ്ദേഹം ഒരു 10ഓളം കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് നമുക്ക് നോ പറയാനായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഉള്ളതിന് അദ്ദേഹം ഒരു 10 ചാപ്റ്ററിൽ 10 കാരണങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. അതായത് നമ്മള് മറ്റുള്ളവരെ വി വാണ്ട് ടു അവോയ്ഡ് ഒഫൻഡിങ് പീപ്പിൾ. മറ്റുള്ളവരെ വ്രണപ്പെടുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നമുക്കിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ വൈകുന്നേരം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരികയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കെട്ട് ഫയലുണ്ട്. നാളെ അദ്ദേഹത്തിന് ഈ ഫയലെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നാളെ കൊണ്ട് ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഒത്തിരിയേറെ ഫയലുകൾ നോക്കാനുണ്ട്. ഇതും കൊണ്ട് വീട്ടിൽ വന്നു, അവിടെ വെച്ചൊന്ന് ഫ്രഷ് ആയി വന്നപ്പോ ഭാര്യ പറയാണ്, നമുക്കൊന്നൊന്ന് സിനിമയ്ക്ക് പോകാം, ഭയങ്കര ബോറടിക്കണം, ഫുൾ ഡേ വീട്ടിലിരുന്നിട്ട് ബോറടിക്കണം, നമുക്കൊന്ന് സിനിമയ്ക്ക് പോകാം. അപ്പൊ ഇവിടെ ഞാൻ നോ പറഞ്ഞാൽ വേണ്ട, എനിക്ക് ഇന്നിങ്ങനെ പണിയുണ്ട് എന്ന് പറയുമ്പോ അവളുടെ മുഖത്ത് ഒരു പക്ഷെ ദേഷ്യം വരും, ഒരു പക്ഷെ അത് വാക്കുകളായിട്ട് പുറത്തേക്ക് വരും, ചിലപ്പോൾ അത് എക്സ്പ്രഷൻ ആയിട്ട് വരും. ഇത്തരം ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ ശരി, എന്നാലും നീ പറഞ്ഞാലേ ഇനിയിപ്പൊ ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കലില്ല, എന്നാ വാ പോവാം, ഇങ്ങനെ പറയുന്നു നമ്മൾ അവരെയും കൊണ്ട്. അവരുടെ ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുക്കണം. ഇവിടെ നമ്മൾ ആ നോ പറയേണ്ട സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു ദേഷ്യത്തിന്റെ ഒരു എക്സ്പ്രഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപക്ഷെ എന്ത് പറയും, ആ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ യെസ് ആയിട്ട് മാറിപ്പോകും, യെസ് ആയിട്ട് നമ്മുടെ വാക്കുകൾ മാറിപ്പോകും. അപ്പൊ ഇനി അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയുന്ന നോക്കി അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ എന്ത് തന്നെയാണ്, വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദർ റിയാക്ഷൻ. അവരുടെ റിയാക്ഷൻ, അത് ആരായാലും, ഫ്രണ്ട്സ് ആയാലും ആരാണെങ്കിലും, ഫാമിലിയിലാണെങ്കിൽ പോലും ആരായാലും, അവർ എന്ത് റിയാക്ട് ചെയ്യുന്നോ അത് നമ്മുടെ ഉത്തരവാദിത്തം അല്ല. നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ അതോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ കുറെ സഫർ ചെയ്യേണ്ടി. പക്ഷെ ഈ ഒരു എക്സാമ്പിൾ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ചിലപ്പോൾ നമ്മുടെ ഉറക്കം കളഞ്ഞ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജോലികൾ തീർക്കേണ്ട ഒരു ഗതികേട് വരും. അപ്പൊ അവിടെ നോ കൃത്യമായിട്ട് ഇന്ന കാരണം കൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ആ ഒരു നോ എന്ന വാക്കിന്റെ ഒരു റിസൾട്ട്, കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് വി വാണ്ട് ടു അവോയ്ഡ് ഡിസപ്പോയിന്റിങ്. മറ്റുള്ളവരെ നമ്മൾ നിരാശപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രതീക്ഷയോടുകൂടി ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തി, നമ്മുടെ സുഹൃത്ത് ഒരു ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ വരുമ്പോൾ
ഞാനിപ്പ അവനോടത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര നിരാശയായിരിക്കും, വിഷമം, അവന് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ അതിന്റെ കാരണം, അവന്റെ മുഖത്ത് സങ്കടം വരുമ്പോഴേ അതിന്റെ കാരണം ഞാനാണല്ലോ എന്നൊരു കുറ്റബോധം. ആ കുറ്റബോധം വേണ്ട, എന്നാ പിന്നെ ചെയ്തു കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെ ഒരു നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധം, അവർക്കൊരു നിരാശ വരുമ്പോഴേ അല്ലെങ്കിൽ അവരുടെ മുഖത്തൊരു സങ്കടം ഫീൽ ചെയ്യുമ്പോഴേ ആ സങ്കടത്തിന്റെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ഞാനാണല്ലോ എന്നൊരു കുറ്റബോധം നമ്മളെ അറിയാതെ ഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു കുറ്റബോധം വേണ്ട, അല്ലെങ്കിൽ അവരുടെ മുഖത്തൊരു വിഷമം ഉണ്ടാക്കണ്ട, എന്നാ പിന്നെ ചെയ്തു കൊടുത്തേക്കാം, അങ്ങനെ ഒരു ചിന്ത നമ്മൾ വരും. അങ്ങനെ വരുമ്പോഴും നമ്മുടെ നോ എന്തായിട്ട് മാറും? യെസ് ആയിട്ട് മാറും, അല്ലെ? അങ്ങനെ പിന്നെ മറ്റൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി അവോയ്ഡ് സീമിങ് സെൽഫിഷ്. നമ്മൾ ഒരിക്കലും മറ്റൊരാള് നീ ഭയങ്കര സ്വാർത്ഥനാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര സ്വാർത്ഥനാണെന്ന് ചിന്തിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ കുറിച്ച് ഒരു സെൽഫിഷ് ആണെന്ന് പറയാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എപ്പോഴും നമ്മൾ ഭയങ്കര കെയറിങ് ആണ്, ഹെൽപ്ഫുൾ ആണ്, അങ്ങനെയൊക്കെ കേൾക്കാനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം, അല്ലെ? അപ്പൊ ഇത്തരത്തിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ അവനുണ്ടല്ലോ ഭയങ്കര നല്ല വ്യക്തിയാണ്, അവൻ ഭയങ്കര നല്ല, എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് ചെയ്തു തരും, നല്ലൊരു ഉപകാരിയാണ്, നല്ല ഹെൽപ്ഫുൾ ആയിട്ടൊരു വ്യക്തിയാണ്, ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മള്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് അറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. whenever we say yes to somebody or to some situation, we are saying no to somebody else or some other situation. നമ്മൾ ആരോടെങ്കിലും യെസ് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അറിയാതെ അപ്പുറത്ത് നമ്മളൊരു നോ പറയുന്നുണ്ട്. അതൊരു പക്ഷെ നമ്മളോട് തന്നെയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോടായിരിക്കും. കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കടമകൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇപ്പുറത്തൊരു യെസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യെസ് പറയുമ്പോൾ അപ്പുറത്ത് നമ്മളറിയാതെ ഒരു നോ അവിടെ നമ്മൾ പറയുന്നുണ്ട്. സോറി, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സെൽഫ് കെയർ ഈസ് നോട്ട് സെൽഫിഷ്നെസ്. ഒരിക്കലും നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്, ദാറ്റ്സ് നോട്ട് സെൽഫിഷ്നെസ്. അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ നോയില് നമുക്കൊരു കുറ്റബോധമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊരു തോന്നലോ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ചിന്തയുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമുക്ക് അവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി. കാരണം നമ്മളിപ്പോ ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് എന്തായിരിക്കും നമ്മളോട് പറയാം? നമ്മളിപ്പോ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും, അപ്പൊ എന്തായിരിക്കും നമ്മുടെ സുഹൃത്തിന്റെ ഇങ്ങോട്ടുള്ള റെസ്പോൺസ് എന്തായിരിക്കും? താങ്ക് യു, ആ സന്തോഷം. യെസ്, താങ്ക് യു, സന്തോഷം, എനിക്ക് ഒത്തിരി സഹായമായി നീ അത് ചെയ്തു തന്നെ, നീ അത് ചെയ്തു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു തരത്തിലും രക്ഷയില്ല, ഞാൻ ആകെ പ്രതിസന്ധിയിലായി പോയത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല എന്ന് വരെ ആ പറയും. യെസ്, കറക്റ്റ് സാർ, അതാണ്, ഒരിക്കലും മറക്കില്ല. ആ ഒരു ആ സമയത്ത് ദൈവത്തിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ദൈവം നിന്റെ രൂപത്തിലാണ് രക്ഷ വന്നതെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അങ്ങോട്ട് നമ്മളെ തന്നെ അങ്ങോട്ട് മറന്നു പോകും. പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനത്തെ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ റെഡിയാണ്. എവിടെ അങ്ങനെ ഒരു അവസരം ഉണ്ടോ എന്ന് നോക്കി നമ്മൾ നിൽക്കും. കാരണം എന്താ, ആ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇവിടെ വേറൊരു ചിന്തയ്ക്ക് നമ്മൾ തയ്യാറല്ല. കാരണം അതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കുറവ് വന്നു നമ്മൾ ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം നമ്മളിവിടെ മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ നല്ല വാക്കുകൾക്കാണ്. അത് നമുക്ക് ഒത്തിരിയേറെ നമ്മളെ അങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ആ വഴിക്ക് തന്നെ പോവാനായിട്ട് നമ്മളറിയാതെ നമ്മൾ ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ ഒരു ഇൻസ്റ്റിക്റ്റ് ആണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം, അംഗീകരിക്കണം എന്നുള്ളത്. ശരിയല്ലേ? നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്, അല്ലെ? എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം. അതിനുവേണ്ടി നമ്മളെന്ന് വെച്ചാൽ കൊച്ചുകുട്ടി തുടങ്ങി പ്രായമായ വ്യക്തി, പ്രായഭേദം എന്നെ നമ്മളെല്ലാവരും എന്തും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇങ്ങനെ അവരുടെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമുക്കതൊരു സുഖമാണ്. ഇതൊക്കെ ഇങ്ങനെ കുറെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നത്, ഈ ഇത്തരം കാരണങ്ങളാണ് നമ്മളെ ഈ നോ പറയുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ അതിനുശേഷം ഈ ഒരു പാർട്ടിന് ശേഷം അദ്ദേഹം ഒരു 15 സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്. നമുക്ക് സ്വയം നമ്മളെ വിലയിരുത്താനായിട്ട് ഒരു 15 സ്റ്റേറ്റ്മെന്റ്സ്. അതായത് നമ്മൾ എത്തരത്തിലുള്ള പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടർ നമ്മളിൽ എത്രമാത്രം വേരോടിയിട്ടുണ്ട് എന്ന് സ്വയം ഓക്കെ, നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് ഒരു 15 സ്റ്റേറ്റ്മെന്റ്സ് തന്ന് സെൽഫ് ഇവാലുവേഷൻ, അതായത് റേറ്റിംഗ് പോയിന്റ്സും അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു ലെവലിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് തന്നെ നമ്മൾ വിലയിരുത്താൻ പറ്റും. ഒക്കേഷണൽ പീപ്പിൾ പ്ലീസർ ആണോ അതോ ഒരു ക്രോണിക് പീപ്പിൾ പ്ലീസർ ആണോ എന്ന് നമുക്ക് തന്നെ
നമ്മളെ വിലയിരുത്താനായിട്ട് ആ പുസ്തകത്തിൽ ഒരു അവസരം അദ്ദേഹം തരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ പ്രശ്നം, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം, നോ എന്ന് പറയാൻ പറ്റുന്നില്ല എന്നത് നമ്മുടെ പ്രശ്നമാണെന്ന് നമുക്കറിയാം, അതിന്റെ കാരണവും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യണം, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക, അതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പാർട്ട് 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പാർട്ട് 3 അദ്ദേഹം പറഞ്ഞത് 10 സ്ട്രാറ്റജീസ് ഫോർ സെയിങ് നോ വിതൗട്ട് ഫീലിംഗ് ജർക്ക്. ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ, ഒരു കുറ്റബോധം ഇല്ലാതെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് നോ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെ നമ്മൾ ഹേർട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ നോ പറയാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ഒരു 10 സ്ട്രാറ്റജീസ് അടുത്ത പാർട്ടിൽ പറയുന്നുണ്ട്. അത് 10 ചാപ്റ്റർ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനത്തില് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്കില്ല് നമ്മൾ ശീലിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു നോ പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒന്നുകിൽ ദേഷ്യം, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് വരുന്ന നിരാശ, അല്ലെങ്കിൽ അവരുടെ സങ്കടം, ഇത് കാണുമ്പോൾ നമുക്കൊരു കുറ്റബോധം ഫീൽ ചെയ്യും. അതിനെ അതിജീവിക്കാനായിട്ട്, അത് നമ്മൾ അല്ല അതിന്റെ അത് അങ്ങനെ ഒരു റിയാക്ഷൻ അവരുടെ മുഖത്ത് വരുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് റെസ്പോൺസിബിൾ, നമ്മളല്ല അതിന് കാരണക്കാര് എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇതിന് ആദ്യം വേണ്ട ഒരു കാര്യം. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല. നമ്മൾ പറഞ്ഞു ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ് ഓഫ് ട്രെയിനിങ്. അങ്ങനെ അപ്പൊ അതാണ് നമ്മൾ അവിടെ ആദ്യം തന്നിരിക്കുന്നത്. ആ റിയാക്ഷന് കാരണക്കാരൻ നമ്മളല്ല, അത് സ്വാഭാവികമായിട്ട് അവരിലുണ്ടാവും. പക്ഷെ അതിന് കുറ്റബോധം നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് നമുക്ക് തോന്നുക, അങ്ങനെ തോന്നിപ്പിക്കുക സ്വയം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെ അദ്ദേഹം അതിന്റെ സ്ട്രാറ്റജീസ് 10 സ്ട്രാറ്റജീസ് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതിൽ 2-3 സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: ബി ഡയറക്റ്റ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. ഇപ്പൊ നമ്മളോട് ഒരു സുഹൃത്ത് വന്ന്, നീ എനിക്ക് ഈ ഒരു റിപ്പോർട്ട് ഒന്ന് ഉണ്ടാക്കി താടാ, എനിക്കത് കൃത്യമായിട്ട് മര്യാദയ്ക്ക് അറിയില്ല, നീ അതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ്, അതിപ്പോ എങ്ങനെയത് ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ലാഗ് ചെയ്ത് പോകുമ്പോൾ അവർ പറയും, നിനക്ക് ഈ സമയത്ത് തന്നെ സഹായിക്കാൻ പറ്റുള്ളൂ, നീ തന്നെ വേണം ഇതൊന്ന് ചെയ്തു തരാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ആകെ ഇതായിപ്പോ, കാരണം എനിക്കിത് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സാർ എന്നോട് 11 മണിക്ക് ഇതവിടെ കൊടുക്കാൻ പറഞ്ഞോണം, നീ ഇത് എനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ എന്റെ കാര്യം ആകെ വെള്ളത്തിലാവും. ഇങ്ങനെ പറഞ്ഞ് അവർ നമ്മളെ പ്രഷർ ചെയ്യും. അപ്പൊ നമുക്ക് പിന്നെ നോ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകണം. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട്, സോറിടാ, എനിക്കത് നിനക്ക് ചെയ്തു തരാൻ ഇപ്പൊ പറ്റില്ല, ബിക്കോസ് എനിക്ക് 2 മണിക്ക് എന്റെ റിപ്പോർട്ട് സാറിന്റെ മേശപ്പുറത്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് ചെയ്യേണ്ടത് കൊണ്ട് എനിക്ക് നിനക്കിതിപ്പോ ചെയ്തു തരാൻ പറ്റില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ ആൻസറോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടാമതൊരു തരത്തിൽ നമ്മളെ പ്രഷർ ചെയ്യേണ്ട ഒരു അവസരമാണ് വരുന്നില്ല. ഒരിക്കലും അവർക്കത് ഹേർട്ട് ചെയ്യൂല. കാരണം നമ്മൾ റീസൺ നമ്മുടെ കയ്യിലുണ്ട്, ഇന്ന കാരണം കൊണ്ട് എനിക്ക് നിന്നെ ഇപ്പോൾ ഐ എം ഹെൽപ്ലെസ് ടു ഹെൽപ്പ് യു നൗ, അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ഐ എം ഹെൽപ്ലെസ് ടു അസിസ്റ്റ് യു നൗ, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട്, അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമുക്കൊരു മറുപടി പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ പ്രശ്നം അവിടെ ഫുൾ സ്റ്റോപ്പ് പോകും. ഇനി അതുപോലെ തന്നെ ആ സുഹൃത്ത് ഇനി മറ്റൊരു കാര്യമായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒന്ന് ആലോചിക്കും, അതായത് ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പിന്നെ ആ സുഹൃത്ത് പിന്നീട് ഒരു പ്രാവശ്യം നമ്മുടെ അടുത്തേക്ക് വരില്ല, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം നമ്മളിൽ നിന്ന് ഇങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള കാരണങ്ങൾ കേട്ട് കഴിഞ്ഞാല് അവരെ പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ നമ്മളെ സമീപിക്കുള്ളൂ. അല്ലാതെ ഏത് സമയവും ഇങ്ങനെ നമ്മുടെ പിന്നാലെ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ എന്ന് വെച്ചാല് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞു എന്ന് പോയി എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് അവർക്കവിടെ വരില്ല. അതിലുപരിയായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വളരെയധികം ബോധവാനായ ഒരു വ്യക്തിയാണ്, നമ്മുടെ സമയത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ധാരണയുള്ള വ്യക്തിയാണ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മളോട് ഒരു റെസ്പെക്റ്റ് ആണ് അവരുടെ മനസ്സിൽ ആ സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ മറുപടി ലാഗ് ചെയ്ത് പോവാതെ, ഇങ്ങനെ നിരങ്ങി നമ്മളൊരു മറുപടി പറയാതെ കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിരിക്കണം, ഒപ്പം സത്യസന്ധമായ ഒരു മറുപടി ആയിരിക്കണം, ഒപ്പം റെസ്പെക്ട്ഫുള്ളി നമ്മളത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വിഷമത്തിന്റെ അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യം നമുക്ക് വരില്ല. അതുപോലെ തന്നെയാണ് അടുത്തൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, ഡോണ്ട് സ്റ്റോൾ യുവർ ടൈം. നമ്മൾ ചിലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ നോക്കട്ടെ, സമയം കിട്ടുമല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, ഉറപ്പില്ല, ഞാനിങ്ങനെ നോക്കട്ടെ, ഇങ്ങനെ പറയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. നമ്മളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മളിങ്ങനെ, കാരണം എന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം, ഞാൻ നോക്കട്ടെ, പറ്റുമോന്ന് അറിയില്ല,
കാരണം നമുക്കറിയാം എനിക്കത് സമയം കിട്ടില്ല എന്നുള്ളതും എനിക്ക് പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ മറുപടി ചില സമയത്ത് പറയും. എന്തായിരിക്കും അതിന്റെ കാരണം? മറ്റേയാളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്താ? എന്നത് തന്നെയുള്ളൂ. വെപ്പിക്കേണ്ടത് വെച്ചിട്ട് ആ അവരെ നിരാശപ്പെടുത്തണ്ടായ അതെ അതെ അതെ. കാരണം നോ പറയുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇമ്പാക്ട് ഡയറക്റ്റ് ആയിട്ട് നോ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ, അതിന്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടി പതുക്കെ ഒന്ന് ഒരു ചെറിയ പ്രതീക്ഷ അവിടെ കൊടുത്തിടും. പക്ഷെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ജിഷ മാമിന് നാളെ ഒരു 10:30 മണിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ കുറച്ച് അകലെയാണ് ഇന്റർവ്യൂ. ആരെങ്കിലും ഒന്ന് കൂടെ വരണം. ആരും ഇല്ല കൂടെ. അപ്പൊ ഉടനെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഒന്ന് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ സുഹൃത്ത് പറഞ്ഞു, സോറി ഇടി, എനിക്ക് നാളെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, നാളെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, സോറി പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ എന്തായിരിക്കും അപ്പൊ ആ സമയത്ത് ആ ഒരു മൊമെന്റിൽ നമുക്ക് എന്താ തോന്നുക? ഒരു ദേഷ്യം. എന്നാലും ഞാൻ ഇത്രയൊക്കെ അവൾക്ക്, ഞാൻ എത്ര പ്രാവശ്യം അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവളുടെ കൂടെ പോയതാ, എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞപ്പോ അവൾക്ക് ഇപ്പൊ അവളുടെ എക്സ്ക്യൂസ് പോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ അങ്ങനെ വിചാരിക്കും. എന്നാലും ഉള്ളിൽ ഒരു ചെറിയ വിഷമം തോന്നും അല്ലെ? അത് കഴിഞ്ഞപ്പോ നമുക്ക് എന്തായാലും അവിടെ നിന്ന് പ്രതീക്ഷയില്ല. നെക്സ്റ്റ് നമ്മൾ അടുത്ത സുഹൃത്തിനെ സമീപിക്കുകയാണ്. അടുത്ത സുഹൃത്തിനെ വിളിച്ചു. അപ്പൊ അവള് പറയാണ്, എത്ര മണിക്കാണ് നിനക്ക് പോകേണ്ടത്? 10 മണിക്ക് അല്ലേ? ഓക്കെ, 9 മണിക്ക് എനിക്ക് വീട്ടിൽ കുറച്ച് എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, 9 മണിക്ക് ഞാൻ എന്നാലും പരമാവധി ഞാൻ നോക്കാം, 9:30 കഴിയുമ്പോ ഞാൻ സ്റ്റോപ്പിൽ വരാം, നീ 9:30 അങ്ങോട്ട് പോരെ, ഞാൻ പരമാവധി നോക്കാം, 9:30 എത്താം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ പ്രതീക്ഷയോടുകൂടി 9:30 ബസ് സ്റ്റോപ്പിൽ എത്തി. 9:30 കഴിഞ്ഞു, 9:45 കഴിഞ്ഞു, 10 മണിയായി. പക്ഷെ നമ്മുടെ സുഹൃത്ത് എത്തിയിട്ടില്ല. ഉടനെ എന്ത് ചെയ്യും നിഷമ? ഫോൺ ചെയ്യും. ഫോൺ ചെയ്യും, നമ്മള് വിളിക്കും. എടി സമയം 10 മണിയല്ലോ, നിനക്ക് കാണാനില്ലല്ലോ. അപ്പൊ ഉടനെ സുഹൃത്ത് പറയാണ്, ഞാൻ എന്റെ ഗസ്റ്റ് വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല, എനിക്ക് അവിടുന്ന് ഇവിടുന്ന് വിടാൻ പറ്റുന്ന ഒരു സമയമല്ല, എനിക്ക് അവിടെ ചാടാൻ പറ്റുന്ന ഒരു സമയമല്ല, എനിക്കിപ്പോ സോറി, എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ആരോടായിരിക്കും കുറച്ച് റെസ്പെക്ട് കൂടുതൽ ഫീൽ ചെയ്യാണ്? ആദ്യത്തെ സുഹൃത്തിനോടാണ്. ഡയറക്റ്റ് ആയിട്ട് നോ പറഞ്ഞു. ആ നോ പറഞ്ഞപ്പോ വിഷമം തോന്നിയെങ്കിൽ പോലും അതൊരു മാന്യമായ മറുപടിയായിരുന്നു. കാരണം ഇവിടെ ഈ രണ്ടാമത്തെ സുഹൃത്ത് ചെയ്ത എന്താണ്? നമുക്ക് പ്രതീക്ഷയ്ക്ക് വക തന്നു, അവസാനം കൊണ്ട് കൊളാക്കി അല്ലേ? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് കൊണ്ട് നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു ചെറിയ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും ഒരു ചതിയുടെ ഒരു ഫീൽ അവിടെ വരുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു എന്തോ അപ്പൊ നമ്മൾ പറയും, ഇത് നിനക്ക് നേരത്തെ പറയാൻ മാറുന്നില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യും. അതെ, കുറച്ചും കൂടെ ദേഷ്യം വന്ന സമയം ചിലപ്പോൾ രണ്ട് ചീത്തയും കൂടെ വിളിക്കും അല്ലെ? കാരണം എന്ത് തോന്നിവാസം നീ കാണിച്ചത്, ഞാൻ ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ വഴി നോക്കില്ലായിരുന്നു. പക്ഷെ അവിടെയാണ് ചില വ്യക്തികള് നോ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില സൂത്രപ്പണികൾ നമ്മളെ കൊണ്ട് ചിലപ്പോൾ വില കുഴിയിൽ കൊണ്ട് ചാടിക്കും. അപ്പൊ അതിനും നല്ലത് എന്താ? പറ്റുന്ന കറക്റ്റ് ഇന്ന കാരണം കൊണ്ട് എനിക്കിപ്പോ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മള് പറയുന്നതാണ് നല്ലത്. ഇങ്ങനെ വലിച്ചു നീട്ടി പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിനെ കൊണ്ടുപോയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് നമ്മള് കൂടുതൽ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എന്താ? അതേ സമയത്ത് തന്നെ നമ്മൾ അവിടെ കൃത്യമായ കാരണം കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഓൾട്ടർനേറ്റീവ് നോക്കാൻ പറ്റും. പിന്നെ അതുപോലെയാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ വന്ന് നമ്മളോട് പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു സഹായം നീ ചെയ്തു തരണം എന്ന് പറയുമ്പോൾ എനിക്ക് സോറി, എനിക്ക് 2 മണിക്ക് എന്റെ റിപ്പോർട്ട് ഇവിടെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം, അതിനുശേഷം ഞാൻ ഫ്രീ ആണ്, 4 മണിക്ക് നിനക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം, 2 മണി കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആണ്, അപ്പൊ ഒരു 4 മണിയോട് കൂടി ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം, അത് മതിയെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു ഉറപ്പ്, നമ്മൾ 2 മണിക്ക് ശേഷം ഞാൻ ഫ്രീ ആണ്, അതായത് അതിനുശേഷം എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാം, കുഴപ്പമില്ല. കാരണം ഇപ്പൊ എനിക്കത് പറ്റില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്തു തരാൻ പറ്റും, അത് മതിയോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തു തരാം. അങ്ങനെ നമുക്ക് ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും അല്ലെ? അതായത് വേറൊരു ഓൾട്ടർനേറ്റീവ് ആണ്. കാരണം ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ എന്റെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്, എനിക്ക് എന്റേതായ കമ്മിറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിരിക്കും, അപ്പൊ നിനക്ക് വേണമെങ്കിൽ ഞാനത് ചെയ്തു തരാം. അങ്ങനെയും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. ഇനി അല്ലെങ്കിൽ നമുക്കിപ്പോ ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് എന്റെ ഒരു സുഹൃത്ത് എന്നെ സമീപിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പക്ഷേ അതിനത്ര വലിയ ഞാൻ എക്സ്പേർട്ട് ആയിരിക്കില്ല. അപ്പൊ എനിക്ക് വേണമെങ്കിൽ മറ്റൊരു ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ കുറച്ചും കൂടെ എക്സ്പേർട്ട് ആയ ഒരു വ്യക്തിനെ എനിക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നീ ഒരു കാര്യം ചെയ്തോളൂ, നമ്മുടെ ഈ പർട്ടിക്കുലർ ഫ്രണ്ടിനെ ഇന്ന വ്യക്തിനെ നീ സമീപിച്ച, അവനാണെങ്കിൽ അത് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ബെസ്റ്റ് ആണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു പക്ഷേ അത്രയും നന്നാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതും ഒരു സ്ട്രാറ്റജിയാണ്. നമുക്ക് ഒരു പക്ഷേ നമുക്ക് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയല്ല, നമ്മളെക്കാൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെക്കാൾ നല്ല ഒരു എക്സ്പേർട്ട് ആയ ഒരു വ്യക്തിനെ നമ്മൾ സജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഏകദേശം ഒരു 10ഓളം സ്ട്രാറ്റജീസ് ആണ് അദ്ദേഹം അവിടെ പറയുന്നത്. നമുക്ക് എങ്ങനെ നോ പറയാനായിട്ട്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നോ പറയാനായിട്ട് സാധിക്കുമെന്ന് ഒരു 10ഓളം സ്ട്രാറ്റജീസ് അദ്ദേഹം പറയുന്നത്. ഇതിനു ശേഷം അവസാനത്തെ പാർട്ട് 4ൽ അദ്ദേഹം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഹൗ ടു സേ നോ ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്.
ഓരോ വ്യത്യസ്തമായ സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ നോ പറയാൻ പറ്റും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോവർക്കറിന്റെ അടുത്ത് ഒരു പക്ഷെ നോ പറയാം. പക്ഷെ നമ്മുടെ മക്കളുടെ മുന്നിൽ മക്കളോട് ചിലപ്പോൾ നോ പറയാൻ പറ്റാത്ത ചില പാരന്റ്സ് ഉണ്ട് അല്ലെ. അവര് പറയുമ്പോൾ അവരെന്തെങ്കിലും ഒരു ഡിമാൻഡ് വെക്കുമ്പോൾ എങ്ങനെ അവരോട് പറ്റില്ല എന്ന് പറയും. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളോട് നോ പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ മുന്നിൽ ഒരു പക്ഷെ നോ പറയാൻ പറ്റില്ല. അങ്ങനെ ചില വ്യക്തികളോട് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളോട് നമുക്ക് നോ പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നമ്മളിപ്പോ നമ്മളിപ്പോ മക്കൾ അല്ലെങ്കിൽ ഭാര്യ അവരുടെയൊക്കെ മുന്നിൽ നമുക്ക് നോ പറയാൻ ചില സന്ദർഭങ്ങളിൽ പറ്റാതിരിക്കാനായിട്ട് ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ അവരോട് നോ പറയുമ്പോഴേ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്നേഹമില്ലാത്ത അമ്മയാണ്, അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര മൊരടനാണ്, നമ്മൾ പറയില്ല ഭയങ്കര റഫായിട്ടുള്ള ഒരു അച്ഛനാണ്, എന്തൊരു അച്ഛനാണ്, ഇങ്ങനെയൊക്കെ എന്റെ മക്കൾക്ക് എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് എന്നെ കുറിച്ച് അങ്ങനെ തോന്നും. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കണ്ട. അപ്പൊ അവര് പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കുക. അപ്പൊ ഞാനൊരു ഭയങ്കര ലവബിൾ ആണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു ലീനിയന്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന ഒരു അച്ഛനോ അമ്മയോ ആണ് എന്നത് എന്റെ മക്കള് അല്ലെങ്കിൽ എന്റെ ലൈഫ് പാർട്ട്ണർ അങ്ങനെ ചിന്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവര് പറയുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ അവരുടെ താളത്തിനൊത്ത് നമ്മൾ തുള്ളാൻ തുടങ്ങും. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ ഇവിടെ ഇതിൽ ഓരോ ചാപ്റ്ററും ഹൗ ടു സേ നോ ടു യുവർ സ്പൗസ്, ഹൗ ടു സേ നോ ടു യുവർ ചിൽഡ്രൻ, ടു യുവർ റിലേറ്റീവ്സ്, കസിൻസ്, കോവർക്കേഴ്സ്, ഫ്രണ്ട്സ്, ദെൻ ബോസ്, എന്റെ ലാസ്റ്റ് ചാപ്റ്ററിലെ ഹൗ ടു സേ നോ ടു യുവർ സെൽഫ്. ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഒരു 10ഓളം ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ അതില് ഈ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഹൗ ടു സേ നോ ടു യുവർ സ്പൗസ് എന്നുള്ള ഒരു ഭാഗം, അത് വായിച്ചപ്പോഴേ എന്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു സന്ദർഭമുണ്ട്. അതായത് എന്റെ ഒരു റിലേറ്റീവ്, ഹസ്ബൻഡ് ഒരു ബിസിനസ്മാൻ ആണ്, ഭാര്യ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അവിടെ ഈ ഹസ്ബൻഡ് കുറച്ച് ആർഭാട ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഭാര്യ കൂട്ടുകാരുടെ സാലറി സർട്ടിഫിക്കറ്റ് മേടിച്ച് അത് വെച്ച് ലോൺ എടുത്ത് അവരിങ്ങനെ എന്താ പറയാ കൺട്രോളിന്റെ അപ്പുറത്തേക്ക് അവരുടെ നിയന്ത്രണത്തിന്റെ അപ്പുറത്തേക്കുള്ള കണ്ടമാനം പൈസ ലോൺ എടുത്ത് നിക്കക്കള്ളി ഇല്ലാത്തൊരു സമയം വന്നപ്പോൾ ഒരു രാത്രി അവരെ ആ ഫാമിലിനെ മൊത്തം കാണാതാവുകയാണ്. അത് കഴിഞ്ഞ് അവര് എവിടെയോ ഇപ്പോഴും ഒരു 10 വർഷത്തോളം കഴിഞ്ഞു ഇതുവരെ അവർക്ക് നാട്ടിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അവരുടെ മൊത്തം നല്ലൊരു വീടും കുറെ പറമ്പൊക്കെ കംപ്ലീറ്റ് ബാങ്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ ഭർത്താവിന്റെ നിർബന്ധങ്ങൾക്ക് നോ പറയാൻ ഭാര്യയ്ക്ക് സാധിക്കാതെ വന്നപ്പോൾ അവിടെ ആ സ്വന്തം കുടുംബം മൊത്തം തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു കുറെ എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റിലും നമുക്കുണ്ടായിരിക്കും അല്ലെ. പല സന്ദർഭങ്ങളും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നോ പറയാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചിലത് ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, ചിലത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നതായിട്ട് കാണാം. ഇപ്പൊ നമ്മുടെ മക്കളുടെ മുന്നിലാണെങ്കിൽ പോലും ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ മകള് വന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിന് പോയിക്കോട്ടെ എന്ന് ചോദിക്കാം. അവരെല്ലാരും ഇന്ന് പുറത്തു പോകുന്നു, ഞാനും അവരുടെ കൂടെ പോയിക്കോട്ടെ. അപ്പൊ അച്ഛൻ പറയാണ്, മോളെ ഇന്ന് അമ്മയ്ക്ക് നല്ല പനിയായിട്ട് അമ്മ കിടക്കാണ്, ഇന്ന് ഷീ നീഡ്സ് യുവർ അസിസ്റ്റന്റ്, അന്ന് നീ അവിടെ വേണം, അമ്മയുടെ അടുത്ത് വേണം, അമ്മേനെ സഹായിക്കാൻ വേണം, അതുകൊണ്ട് ഇന്ന് നീ പുറത്ത് അവരുടെ കൂടെ പോകണ്ട, അതിലുപരി ഇനി ഇവിടെയാണ് വേണ്ടതെന്ന് പറയാം. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു നോ അവിടെ പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് അവിടെ വലിയൊരു ചിന്ത അല്ലെങ്കിൽ വലിയൊരു തോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് എന്റെ വീട്ടില് എന്നെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഇത്തരം ചെറിയ ഡിമാൻഡ്സ് അല്ലെങ്കിൽ ചെറിയ റിക്വസ്റ്റുമായിട്ട് എന്റെ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇനി ഇത്തരം ഒരു അവസരം വരുമ്പോൾ അവര് തന്നെ ഒന്ന് ചിന്തിക്കും, ഏത് ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുക, ഏതാണ് എന്നെ സംബന്ധിച്ചോളം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്റെ കുടുംബമാണോ അതോ എന്റെ കൂട്ടുകാരുടെ കൂടെയുള്ള അല്ലെങ്കിൽ മറ്റ് സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ചിന്തിച്ചിട്ട് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് വരുള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ മക്കളെ ഇതുപോലെ തന്നെ നമ്മൾ നോ പറയാനായിട്ട് പഠിപ്പിക്കണം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യം, എന്റെ മകള് അയർലൻഡിലാണ്. അപ്പൊ അവളുടെ മെന്റർ അവളെ കുറിച്ച് കൊടുത്ത ഒരു അസസ്മെന്റ് റിപ്പോർട്ടിൽ എഴുതിയ ഒരു കാര്യം ഇതാണ്. അതായത് അസർട്ടീവായിട്ട് നോ പറയേണ്ടവർക്ക് നോ പറയണം എന്നൊരു റിപ്പോർട്ടാണ് അവൾക്ക് കൊടുത്തത്. അപ്പൊ അവള് കുറച്ചാൾ മുമ്പ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇതാണ്. സത്യത്തിൽ എനിക്ക് തോന്നി ഞാനത് പഠിപ്പിക്കാതിരുന്നോണ്ടാണോ ഒരു പക്ഷെ അവൾക്കും ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തതെന്ന് എനിക്ക് തോന്നി. ഇത് നമ്മള് ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കുട്ടികളുടെ ഇടയിലുള്ള ചെറിയൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തപ്പോൾ
അത് ഒരു ടെലിഫോണിൽ ചാറ്റിങ്ങിൽ ഒരു തുടങ്ങിയ ഒരു അഫെയർ ആയിരുന്നു. അപ്പൊ അവളുടെ ഫോട്ടോ ആ പയ്യന് കൈമാറി. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ നീ പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് എന്തിനാണ് ആ ഫോട്ടോ കൊടുത്തു പറഞ്ഞു. ആ ചേട്ടൻ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഞങ്ങൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയപ്പോൾ ചേട്ടൻ എന്നോട് ഒരു ഫോട്ടോ ചോദിച്ചപ്പോ ഞാൻ എങ്ങനെ കൊടുക്കില്ല എന്ന് പറയാം, പറ്റില്ല എന്ന് എങ്ങനെ പറയാം, ചേട്ടൻ അത് ഫീൽ ചെയ്യില്ലേ? അതായത് നോ പറയേണ്ടടത്ത് നോ പറയാതിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മക്കള് വളരെ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുന്ന കുറേ അധികം സന്ദർഭങ്ങൾ നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെയും ഇങ്ങനെ നമ്മൾ പറയേണ്ട സ്ഥലത്ത് നോ പറയേണ്ട, അസേർട്ടീവായിട്ട് നോ പറയാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള കുറെ സന്ദർഭങ്ങൾ അദ്ദേഹം എക്സാമ്പിൾസ് വഴി നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സമയവും അതുപോലെ തന്നെ നമ്മുടെ താല്പര്യങ്ങളും വിലപ്പെട്ടതാണ്. അദ്ദേഹം തന്റെ ഈ പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് നോ പറയാനായിട്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഹേർട്ട് ചെയ്യാതെ നോ പറയാനുള്ള ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ യഥാർത്ഥ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്റെ ട്രൂ ഫ്രണ്ട്സ് ആരും എന്നിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഞാൻ അവരോട് നോ പറയാൻ തുടങ്ങിയെങ്കിൽ പോലും ഒരു ഫ്രണ്ട്സും എന്നിൽ നിന്ന് അകന്നു പോയിട്ടില്ല. എന്റെ ഭാര്യ ഒരിക്കലും എന്നെ പുച്ഛിച്ച് തള്ളിയിട്ടില്ല, അല്ലെങ്കിൽ എന്റെ മക്കള് ആരും എന്നിൽ നിന്ന് അകന്നു പോയിട്ടില്ല. പക്ഷെ അതിലുപരിയായിട്ട് അവർക്ക് എന്നോട് റെസ്പെക്ട് ആണ് അവർക്ക് എന്നോട് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അവര് മറ്റൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നതാണ്, ആവശ്യമില്ലാതെയുള്ള എൻ്റെ അടുത്ത് അവര് ഉന്നയിക്കുന്ന റിക്വസ്റ്റുകളുടെ എണ്ണം കുറയുന്നു. അതുപോലെ തന്നെ എന്റെ സമയം വിലപ്പെട്ടതാണ് എന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു നല്ല മാന്യതയോടുകൂടി മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നോ പറയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ നമ്മളെ അഹങ്കാരി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സ്വാർത്ഥനെന്ന് ചിന്തിക്കും. ഒരിക്കലുമല്ല. അവർക്ക് നമ്മളുള്ള റെസ്പെക്ട് അവിടെ കൂടുകയുള്ളൂ. അതാണ് ഈ പുസ്തകത്തിൽ മൊത്തമായിട്ട് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു മെസ്സേജ്. നമുക്ക് നമ്മളോടുള്ള റെസ്പെക്ട് കൂടും, ഒപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങള് അല്ലെങ്കിൽ നമ്മുടെ സമയം വിലപ്പെട്ടതാണ് എന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിയാണ്, കൃത്യമായ ഒരു വിഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരും. തീർച്ചയായിട്ടും അത് നമ്മുടെ ബന്ധങ്ങൾ കൂടുതലാക്കാനേ സഹായിക്കുള്ളൂ. ഒരിക്കലും അത്തരം ഒരു കാരണം കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തുക്കളും നമ്മളിൽ നിന്ന് മാറിപ്പോകില്ല എന്നാണ് അദ്ദേഹം പുസ്തകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മള് ലാസ്റ്റ് ചാപ്റ്റർ അദ്ദേഹം പറഞ്ഞ ഹൗ ടു സേ നോ ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ നമ്മൾ എങ്ങനെയാണ് നോ പറയുക എന്നാണ്. നമുക്കറിയാം, നമ്മള് ന്യൂ ഇയറിന് കുറേ അധികം റെസൊല്യൂഷൻസ് എടുക്കുന്നവരാണ്, കുറേ അധികം തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകും അല്ലെ. അവിടെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയും. ഇപ്പൊ ജങ്ക് ഫുഡ് ഞാൻ ഇനി കഴിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എന്റെ സുഹൃത്ത് എന്നെ പുറത്ത് പോകാൻ വിളിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുന്നു. ഇങ്ങനെ മേശപ്പുറത്ത് നിരന്നിരിക്കുകയാണ് ഭക്ഷണം. ഇവിടെയാണ് നമുക്ക് ഒരു എക്സാമ്പിൾ മാത്രം, നമുക്ക് ഇങ്ങനെ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. പക്ഷെ ഇവിടെ നമ്മളോട് തന്നെ നോ പറഞ്ഞാലേ നമ്മുടെ ആ ഒരു റെസൊല്യൂഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മളോടും നമുക്ക് നോ പറയേണ്ട അവസരങ്ങളുണ്ട്. ഇത്രയൊക്കെയാണ് അദ്ദേഹം ഈ ഒരു കൊച്ചു പുസ്തകത്തിലൂടെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ്. പക്ഷെ ഇതൊരു ചെറിയ ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരു നോക്കി വലിയൊരു പ്രസക്തി ഉണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട്, നമ്മുടെ താല്പര്യങ്ങള്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ നോ അത്യാവശ്യമായിട്ട് വരും. ഈ നോ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.